ഹായ് ഫ്രണ്ട്സ്, അറിവിൻ തീരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് SSLC ICT എക്സാമിന് പ്രാക്ടിക്കലിൽ പ്രധാനമായിട്ടും വരുന്നൊരു ചോദ്യമാണ് പൈത്തൺ. ആ പൈത്തണിൽ നമുക്ക് ധാരാളം എറേഴ്സ് വരാറുണ്ട്. നിങ്ങൾ എക്സാം ചെയ്യുന്ന സമയത്ത് ടെൻഷനോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടാവുക. ആ സമയത്ത് എററും കൂടി വന്നാലുള്ള പ്രശ്നം. അപ്പോൾ ആ ഒരു എറർ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും പരാമർശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. കൂടുതലായിട്ട് നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് പൈത്തണിൽ നിന്നുള്ള എറേഴ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. കൂടുതലായിട്ടും എറേഴ്സ് വരുന്നത് സിൻടാക്സ് എറർ, അതുപോലെ തന്നെ ഇൻറ്റൻറ്റുമായി ബന്ധപ്പെട്ട എറേഴ്സ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ടർട്ടിൽ വരുന്ന ചില എറേഴ്സ് ഉണ്ട്. ആ ടർട്ടിൽ വരുന്ന എറേഴ്സൊക്കെ ആയിരിക്കും നമുക്ക് പ്രധാനമായിട്ടും ഹാൻഡിൽ ചെയ്യേണ്ടി വരിക. മിക്കവാറും നിങ്ങൾ എറേഴ്സ് വരാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് ചോദ്യം നോക്കി കറക്റ്റായ സ്പേസുകളും അതുപോലെ തന്നെ എല്ലാ സൈനുകളും ഒക്കെ ശ്രദ്ധിച്ച് കൊടുക്കുക. അതുപോലെ നമ്പേഴ്സ്, അതിൻ്റെ പൊസിഷൻ ഇതൊന്നും മാറാതെ തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മളെ ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ അവിചാരിതമായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടൊക്കെ വരുന്ന എറേഴ്സ് നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണുന്നതിലൂടെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഇനി പൈത്തൺ എക്സാമിനെ ഭയപ്പെടാതെ നമുക്ക് എറേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇനി നിങ്ങൾക്ക് പൈത്തൺ ചെയ്യുമ്പോൾ യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. കാരണം എല്ലാവിധ എറേഴ്സും ഇതിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് മിനിമൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇതിൽ ഓൾറെഡി കളർ ചേഞ്ച് ചെയ്യാൻ മാത്രമാണ് നമുക്ക് വരുന്നത്, അല്ല. ഇതിൽ ഓരോ പാറ്റേൺ ശ്രദ്ധിച്ചാലും നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. ഇതുവരെയും ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന മോഡൽ എക്സാമിന് നമുക്കൊരു ആത്മവിശ്വാസത്തോടു കൂടി പൈത്തൺ പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിയും. അപ്പോൾ സമയം കളയാതെ നമുക്ക് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ റെഡി അല്ലേ എല്ലാവരും? അപ്പോൾ നമുക്ക് ആദ്യം ഈ ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യണം. ചോദ്യം നമ്മൾ മിനിമൈസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഐഡിയൽ എന്ന രീതിയിലാണ് നമ്മൾ ഐഡിയൽ ഓപ്പൺ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഐഡിയൽ. അപ്പോൾ ഈ ഐഡിയൽ എന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണുന്ന ഈ വിൻഡോ പൈത്തൺ ഷെൽ വിൻഡോ ആണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിൻഡോ പൈത്തൺ ഷെൽ വിൻഡോ ആണ്. ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 4 എന്ന് പറയുന്ന ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ 4 വരുമ്പോൾ നമുക്ക് ഈ ഒരു ഷെല്ലിനകത്ത് അല്ലെങ്കിൽ ഷെൽ പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഈ വിൻഡോക്കകത്ത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്ത് വെക്കണം. ഈ വിൻഡോയിൽ പലരും ടൈപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ടൈപ്പ് ചെയ്യരുത്, അത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട ഒരു വിഷയമാണത്. അപ്പോൾ നമുക്ക് അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ മെനുവിൽ ന്യൂ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഫയലിൽ ന്യൂ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ നമ്മൾ ഈ പ്രോഗ്രാമുകൾ ടൈപ്പ് ചെയ്യാം. നമുക്ക് ഈ ഒരു വിൻഡോ, നമ്മളിപ്പോൾ എടുത്ത ഈ പുതിയ വിൻഡോ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുക്കുക. നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ നമ്മൾ മറ്റൊരു സൈഡിൽ ആയിട്ട് ക്രമീകരിച്ച് വെക്കുക. നമുക്ക് കറൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊരു സൈഡിലോട്ട് നമ്മൾ മാറ്റി വെക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് എടുത്ത വിൻഡോ നമ്മൾ മറ്റൊരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നു. ഇനി ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഭാഗം ടൈപ്പ് ചെയ്യുന്നത് തെറ്റിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ഈ വീഡിയോ എന്തിനു വേണ്ടിയിട്ടാണ്, എറർ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം തെറ്റിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായി ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ടൈം ഉണ്ടാവില്ല. ടൈം കിട്ടുക ആകെ 10 മിനിറ്റ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ അത് കുറച്ച് തെറ്റിച്ച് കൊടുക്കണം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫയൽ മെനുവിൽ പോയിട്ട് നമ്മളത് സേവ് ചെയ്യണം. ഫയൽ മെനുവിൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. സേവോ അല്ലെങ്കിൽ സേവാസോ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സേവ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് തുറന്നു വരുന്ന ഈ ഒരു വിൻഡോയിൽ നമുക്ക് സേവാസ് എന്ന് പറയുന്ന ഈ വിൻഡോയിൽ ഹോം ഫോൾഡർ ആയിരിക്കും നമുക്ക് തുറന്നു വന്നിട്ടുണ്ടായിരിക്കുക. നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ്. സേവ് ഇറ്റ് ഇൻ ഫോൾഡർ എക്സാം 10 ഇൻ ഹോം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ സേവ് ചെയ്യുമ്പോൾ എക്സാം 10ലേക്ക് തന്നെ എന്ത് ചെയ്യണം,
സേവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ശേഷം ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഹോം ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ exam10 എന്ന് പറയുന്ന ഫോൾഡർ, നമ്മളിവിടെ ഒരു സ്ക്രോൾ ബാർ ഉണ്ടാവും, ആ സ്ക്രോൾ ഒന്ന് നീക്കി കഴിഞ്ഞാൽ ഇവിടെ exam10 എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് exam10 ലഭിച്ചിട്ടുണ്ട്. exam10 ഇവിടെയാണ്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് exam10 എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമുക്ക് മോഡൽ എക്സാമിന് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫൈനൽ എക്സാമിന് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ നമ്മളിവിടെ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ _ ഇടണം. _ ഇടാൻ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർ ശ്രദ്ധിക്കുക. നമ്മൾ ഷിഫ്റ്റും അതുപോലെ തന്നെ ആൽഫബറ്റിന് മുകളിലുള്ള മൈനസുമാണ് നമ്മൾ അമർത്തേണ്ടത്. ഷിഫ്റ്റും മൈനസും കൂടി നമ്മൾ ഒരുമിച്ച് അമർത്തി അവിടെ _ ഇടുന്നു. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ്റെ നമ്പർ കൊടുക്കുന്നു. Q3, അതായത് ഗ്രൂപ്പ് 3-യിലായിരിക്കും നമുക്ക് പൈത്തൺ മിക്കവാറും വരിക, അതിനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ Q3 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം .py എന്ന് പറയുന്നത് പൈത്തണിൻ്റെ എക്സ്റ്റൻഷനാണ്. അത് നമ്മൾ നിർബന്ധമായിട്ടും ചോദ്യത്തിൽ ഉൾപ്പെടുത്തണം. ഇൻവിജിലേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ .py എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. റണ്ണിൽ നമ്മൾ റൺ മൊഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, വിൻഡോയിൽ നമുക്കിവിടെ ഒരു സിൻടാക്സ് എറർ എന്ന് പറയുന്ന ഒരു എറർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സിക്യൂഷൻ നടക്കുന്നത്, ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത് ആദ്യത്തെ ലൈന് മുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാറൊക്കെ ചെക്ക് ചെയ്തു. ഇവിടെ ഒരു സിൻടാക്സ് എററാണ് ആദ്യം ചെക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലത്തെ ലൈനിൽ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു റെഡ് ലൈനിലാണ് നമ്മൾ ആ എററുള്ള ലൈന് കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കുക. ചിലപ്പോൾ ആ ലൈനിലാവാം, മിക്കവാറും ആ ലൈനിൽ തന്നെ ആയിരിക്കും എറേഴ്സ് ഉണ്ടായിരിക്കുക. ബൈ ചാൻസ് ചിലപ്പോൾ എന്താവാം, മുകളിലത്തെ ലൈനിലാവാം എറേഴ്സ്. എന്തായാലും നമ്മൾ ആദ്യം ആ ലൈനൊന്ന് പരിശോധിക്കാം. നമുക്ക് പൈത്തൺ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിവില്ലെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ ചോദ്യം എടുക്കുക, ചോദ്യത്തിൽ ആ ലൈനും നമ്മൾ എഴുതിയ ലൈനും തമ്മിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ചോദ്യം എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ എഴുതിയ ഭാഗവും ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഈ ലൈനിലാണ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ IN റേഞ്ച് 36 ബ്രാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ നമ്മളിവിടെ ഒരു കോളം, അതായത് 2 കുത്ത് ഇട്ടിട്ടില്ല അല്ലേ. അപ്പോൾ ആ കോളം ഇടാൻ വേണ്ടി നമ്മളിവിടെ ഈ സിൻടാക്സ് എറർ, ഇതിവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഓക്കെ കൊടുക്കണം, എന്നാലേ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു കോളൻ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഷിഫ്റ്റും അതുപോലെ നമ്മളെ സെമി കോളൻ്റെ ആ ബട്ടൺ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കോളൻ ലഭ്യമാവും. ഇനി നമുക്ക് അതിന് ശേഷം ചെയ്യേണ്ടത്, വീണ്ടും നമ്മളിത് സേവ് ചെയ്യണം. ഫയൽ മെനുവിൽ പോയി വീണ്ടും നമ്മൾ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. വീണ്ടും നമ്മൾ റണ്ണിൽ റൺ മൊഡ്യൂൾ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് മറ്റൊരു എററാണ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വിൻഡോയിൽ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ സിൻടാക്സ് എറർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻറ്റൻറ്റഡ് ബ്ലോക്ക്. ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൊസിഷൻ തെറ്റിയിട്ടുണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പൊസിഷൻ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലം, നമുക്ക് എവിടെയാണോ എറർ വന്നിട്ടുള്ളത് ആ സ്ഥലം അവിടെ റെഡ് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഈഫ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് റെഡ് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഇൻഫർമേഷൻ ബോക്സിൽ ഓക്കെ കൊടുക്കാം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പൊസിഷൻ ചേഞ്ച് ചെയ്തതാണ്. അത് കറക്റ്റായി ലഭ്യമാണെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പ് എഴുതുമ്പോൾ മിക്കവാറും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു കോളൻ ഇട്ടിട്ടില്ലെങ്കിൽ ഇതേപോലെ ഇൻറ്റൻറ്റ് മാറിപ്പോവും. ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം, നമ്മൾ കോളം ആ ഇട്ടതിൻ്റെ അപ്പുറത്തായിട്ട് മൗസ് പോയിൻ്റർ എത്തിക്കുക. മൗസ് പോയിൻ്റർ ഇപ്പോൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ സ്ഥലം നമുക്ക് ലഭ്യമാവും. ഇപ്പോൾ ഈ ഐൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ആ ഇൻറ്റൻറ്റ് വരുന്നത്. അപ്പോൾ അവിടേക്ക് ഈ ഈഫ് എത്തിക്കാൻ എന്താണ് വഴി, ഈഫിൻ്റെ I എന്ന് പറയുന്ന ഈ അക്ഷരത്തിൻ്റെ തൊട്ട് പിറകിലായിട്ട് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കേഴ്സർ എത്തിക്കുക. അതിനുശേഷം ബാക്ക് സ്പേസ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈഫ് അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് വീണ്ടും ഇത് റൺ ചെയ്യണം. അതിനുവേണ്ടി ഫയലിൽ പോയി സേവ് ചെയ്യുന്നു, റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു എററാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻറ്റൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന മറ്റൊരു എറർ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഇൻറ്റൻറ്റ് ആയിട്ട്, അതായത് സ്പേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എററാണ്. ഇവിടെയും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഈഫ് ഇപ്പം നമ്മൾ മാറ്റിയതാണ്, അവിടെയും ഒരു കോളൻ വരുന്നുണ്ട്. ഈ കോളൻ വരുന്ന സ്ഥലത്താണ് മിക്കവാറും ഈ ഇൻറ്റൻറ്റ് ശരിയാവാത്ത പ്രോബ്ലം വരിക. അതുപോലെ ബിഗിൻ ഫിൽ എൻഡ് ഫിൽ എന്ന് പറയുന്ന കമാൻഡുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഇൻറ്റൻറ്റ് ശരിയാവാത്ത പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ
ഈ ഇൻഫർമേഷൻ ബോക്സിൽ ആദ്യം നമ്മൾ ഓക്കെ കൊടുക്കണം. അതിനുശേഷം കോളം കഴിഞ്ഞ് വരുന്ന ആ ഭാഗത്ത് എൻ്റർ കീ അടിക്കുന്നു. അപ്പോൾ അവിടെയാണ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ, ആ കേഴ്സർ ഇരിക്കുന്ന ഭാഗത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ആക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, തൊട്ടടുത്ത ലൈനിലെ ആദ്യത്തെ അക്ഷരത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ കേഴ്സർ എത്തിക്കുക. അതിനുശേഷം ബാക്ക് സ്പേസ് അമർത്തുക. നമ്മൾ മുകളിലത്തെ ലൈനിലേക്ക് എത്തുമ്പോഴേക്കും അത് കറക്റ്റ് ഇൻറ്റൻ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി ഇവിടെ ഒരു ബാക്ക്വേർഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ബാക്ക്വേർഡ് നമ്മളൊന്ന് ബാക്ക് സ്പേസ് അടിച്ച് തൊട്ട ലൈനിലേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്ത് കറക്റ്റ് ആക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈഫും അതിൻ്റെ അകത്ത് വരുന്ന ഇൻസ്ട്രക്ഷൻസും കറക്റ്റായിട്ട് ഇൻറ്റൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഫയലിൽ വീണ്ടും നമ്മൾ സേവ് ചെയ്യുന്നു. വീണ്ടും റണ്ണിൽ നമ്മൾ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇവിടെ ഒരു പ്രശ്നവും നമുക്ക് കാണിക്കുന്നില്ല, പക്ഷേ ഔട്ട്പുട്ട് ലഭ്യമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഷെൽ വിൻഡോ ആണ്. ഷെൽ വിൻഡോയിൽ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ലാസ്റ്റ് ലൈനിൽ നോക്കുക. ലാസ്റ്റ് ലൈനിൽ എന്താണ് എറർ എന്ന് ഇവിടെ വിശദമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോ മൊഡ്യൂൾ നെയ്മഡ് ടെർട്ട് അല്ലേ. ഇവിടെ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലൈനിൽ എന്തുണ്ട്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. ടെർട്ടിൽ നമ്മൾ എല്ല് അവിടെ ഇട്ടിട്ടില്ല അല്ലേ. അപ്പോൾ എല്ല് നമ്മളവിടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മിസ്റ്റേക്സ് നിങ്ങൾക്ക് വരാം. ഒരു ഔട്ട്പുട്ടും കാണുന്നില്ല, ഒരു എററും നമുക്ക് കാണുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ചെക്ക് ചെയ്യേണ്ടത് ഷെൽ വിൻഡോയിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അവിടെ ലാസ്റ്റ് ലൈനിൽ നമുക്ക് എന്താണ് എറർ എന്ന് കാണിച്ചു തരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ടർട്ടിലിൻ്റെ സ്പെല്ലിങ് ശരിയാക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കൊന്നുകൂടി സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. ഇവിടെയും വീണ്ടും നമുക്കൊരു തെറ്റ് വന്നിട്ടുണ്ട്. അതും വന്നിരിക്കുന്നത് ഷെൽ വിൻഡോയിലാണ്. ഞാനിങ്ങനെ തെറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? നമുക്ക് ഇത്തരത്തിലുള്ള കുറേ തെറ്റുകൾ സംഭവിക്കാം. ചിലപ്പോൾ ഇത് ഫുള്ളും നിങ്ങൾക്ക് വന്നോളണം എന്നല്ല പറയുന്നത്. ഇതിൽ ചിലത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു അറിവുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യണം, പെൻ സൈസ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പെൻ സൈസ് എന്ന് പറയുന്നത് ഇവിടെ ഡിഫൈൻഡ് അല്ല എന്ന് കാണിക്കാൻ കാരണം പെൻ സൈസിൻ്റെ പി നമ്മൾ ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്മാൾ ലെറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം പി ക്യാപിറ്റലാണ് കൊടുത്തിരുന്നത്. നമ്മളിപ്പോൾ അത് എന്ത് ചെയ്യുന്നു, സ്മാൾ ലെറ്ററിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫയൽ മെനുവിൽ പോയി സേവ് ചെയ്യുന്നു. സേവ് പോയി റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് വിൻഡോ ലഭ്യമാണ്, പക്ഷേ ഇവിടെ ഒന്നും ലഭിക്കുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് ലഭിക്കുന്നില്ല. ഇങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ഷെൽ വിൻഡോയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടോ എന്നാണ്. ആദ്യം നമ്മൾ ഷെൽ വിൻഡോ നോക്കണം. അവിടെ ഒന്നും കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എഴുതിയ ഭാഗത്ത് എന്തെങ്കിലും പൊസിഷനോ അല്ലെങ്കിൽ ചില അക്ഷരങ്ങളോ മാറിയതായിരിക്കാം, ചില നമ്പേഴ്സോ ഒക്കെ ചേഞ്ച് ചെയ്തതാവാം. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ബേർഡ് കളർ സ്ട്രിങ് വയലറ്റ് എന്നാണ് അല്ലേ. അപ്പോൾ വയലറ്റിൻ്റെ സ്പെല്ലിങ് അവിടെ തെറ്റുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ഒരു ലൈനിൽ വയലറ്റിൻ്റെ 2 സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളിവിടെ ഉൾപ്പെടുത്തിയ സ്ഥലത്ത് ഇവിടെ എന്താണ് പ്രശ്നം, നമ്മളിവിടെ വയലറ്റ് എന്ന് എഴുതിയാൽ ഓക്കെ എ എന്താണ് മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മൾ ഇ ആക്കുന്നു. ഫയൽ മെനുവിൽ നമ്മൾ വീണ്ടും സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി റൺ ഓപ്ഷനിൽ റൺ മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനൊരു സിമ്പിൾ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമുക്കിപ്പോൾ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ശരിയല്ല. നമുക്കതിലേക്ക് വരാം. അപ്പോൾ നമ്മളതൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കുന്നതാണ്. റണ്ണിൽ റൺ മൊഡ്യൂൾ ചെയ്യുന്നതിന് പകരം നമുക്ക് F5 ഫംഗ്ഷൻ കീ ആയിട്ടുള്ള F5 അവിടെ അമർത്താവുന്നതാണ്. നമുക്ക് അടുത്തത് അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയാണ്, ശരിയായിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ എന്തെങ്കിലും കളർ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഷെൽ വിൻഡോയിൽ നോക്കുന്നു. ഓക്കെ, ഇവിടെ വീണ്ടും നമുക്കൊരു സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്, കളർ എന്ന് പറയുന്ന സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ ശരിയാക്കിയതിന് ശേഷമാണ് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് ലഭ്യമാവുള്ളൂ. കളറിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ COLOUR എഴുതാറുണ്ട്. അവിടെ നമ്മൾ സാധാരണ ചിലപ്പോൾ അങ്ങനെ എഴുതി പോകും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പൈത്തണിൽ അങ്ങനെ ഒരു കീവേഡ് ഇല്ല. COLOR എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മിസ്റ്റേക്ക് അവിടെ തിരുത്തിയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഫയൽ മെനുവിൽ പോയി നമ്മൾ വീണ്ടും സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. റണ്ണിൽ റൺ മൊഡ്യൂൾ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ F5 കീ നമ്മൾ അമർത്തുന്നുണ്ട്. അപ്പോൾ കീബോർഡിൽ ഞാനിപ്പോൾ F5 കീ അമർത്തുന്നുണ്ട്. വീണ്ടും നമുക്ക് ഔട്ട്പുട്ട് ലഭ്യമായിട്ടില്ല. ഔട്ട്പുട്ട് ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഗ്രാഫിക്സ് വിൻഡോ ഒന്നുകൂടി ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫോർവേഡ് ടേക്സ് 1 പൊസിഷണൽ ആർഗ്യുമെൻറ്റ് ബട്ട് 2 were given എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോ ഫോർവേഡിലാണ് പ്രശ്നമുള്ളത്. അവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫോർവേഡ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ല, അപ്പോൾ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ ഒന്ന് ചെറുതായിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ ആ ഭാഗം എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതേപടി എഴുതി കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഫോർവേഡിൻ്റെ ആ ഭാഗമാണ്. ഫോർവേഡ് ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ഫോർവേഡിൽ ഫോർവേഡ് എഴുതിയതിൻ്റെ സ്പെല്ലിംഗ് ഒന്നും നമുക്ക് തെറ്റില്ല. നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട് I*1. ഇവിടെ പോയിൻ്റ് ആണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്, കോമയാണ്. നമുക്ക് അതൊന്ന് മാറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ കോമ മാറ്റി നമ്മൾ പോയിൻ്റ് ആക്കിയിട്ടുണ്ട്. 0.5 + 120 എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ആ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമുക്കൊന്ന് ഫയൽ മെനുവിൽ പോയിട്ട് സേവിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം റൺ മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോഴും ഔട്ട്പുട്ട് ഡ്രോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് ഇതാണോ? അല്ല, നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് ഇതാണ്, പക്ഷെ അത് ലഭ്യമായിട്ടില്ല. നമുക്ക് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ പ്രോഗ്രാം ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഇവിടെ പ്രോഗ്രാം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യത്തെ ലൈനിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. പെൻ സൈസ് 40 ആണ്. അതുപോലെ ഇത് നമ്മളൊന്ന് വിശദമായി നോക്കണം. ഇങ്ങനെ വരുമ്പോൾ ഔട്ട്പുട്ട് ശരിക്ക് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ അതെന്താവാം, ഒരു സിമ്പിൾ ടെക്നിക്ക് എന്ന് പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ കൊടുത്ത വാല്യൂസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവാം, അതല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൊസിഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും. ഇങ്ങനെ രണ്ട് കാരണങ്ങളാണ് ഔട്ട്പുട്ട് ശരിക്ക് ലഭ്യമല്ലാത്തതിന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നു. ഫോർവേഡ് IN range 36 തന്നെയാണ്. അതുപോലെ ഈഫിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല, അവിടുത്തെ വാല്യൂസും ചേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെ വന്ന് നമ്മളിവിടെ ബാക്ക്വേർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കുന്നു. I*1.5 + 120 തന്നെയാണ്. അതുപോലെ തന്നെ ഫോർവേഡ് ഇപ്പോൾ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ലാസ്റ്റ് ലൈൻ നോക്കി. ലെഫ്റ്റ് എന്ന് പറയുന്നത് എൽസ് എന്ന് എഴുതുന്നതിൻ്റെ ഈയുടെ നേരെ താഴെയാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അവിടെ എല്ലിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ കഴ്സർ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം മൗസ് അവിടെ നീക്കിയിട്ട് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, അറിയുന്നവർക്ക് ഇത് ഈസി ആയിരിക്കും. അതിനുശേഷം നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം എൽസിൻ്റെ നേരെ താഴേക്ക് ക്രമീകരിക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ഫയൽ മെനുവിൽ സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ലഭ്യമാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിലുള്ള ഔട്ട്പുട്ടും നമുക്ക് ലഭിച്ചിട്ടുള്ള ഔട്ട്പുട്ടും സെയിം ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ എറേഴ്സ് നമുക്ക് വരാം. ഇതിലെല്ലാം വരുമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില എറേഴ്സൊക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എക്സാമിന് ഭയങ്കര ടെൻഷൻഡായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള എറേഴ്സേ വരുള്ളൂ. ഈ നമ്മളിപ്പോൾ കണ്ട എറേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് വരുള്ളൂ. ഇത്തരത്തിൽ വരുന്ന ഇതുമായി സാമ്യമുള്ള എറേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എറേഴ്സിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഔട്ട്പുട്ട് 2 ആണ്. ഇതിൽ കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് കിട്ടിയ കളർ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബ്ലാക്ക് ആണ്, വയലറ്റിന് പകരം ബ്ലാക്ക് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. വയലറ്റിന് പകരം ബ്ലാക്ക് ആക്കിയിട്ടൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ പ്രോഗ്രാം അടിയിലെ പാനലിൽ ശ്രദ്ധിക്കണം. അടിയിലെ പാനലിലായിരിക്കും പ്രോഗ്രാം ലഭ്യമായിട്ടുണ്ടാവുക. അപ്പോൾ ആ പ്രോഗ്രാം നമ്മൾ എടുക്കുന്നു. അതിൽ വയലറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് വയലറ്റ് നമുക്കൊന്ന് ബ്ലാക്ക് ആക്കി നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് വയലറ്റ് ബ്ലാക്ക് ആക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എപ്പോൾ ചേഞ്ച് ചെയ്താലും സേവ് ചെയ്യണം. ഫയൽ മെനുവിൽ പോയിട്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൺ മൊഡ്യൂൾ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ലഭിച്ച ഔട്ട്പുട്ട് കറക്റ്റ് അല്ല. കാരണം നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഇതുപോലെയാണ്. അപ്പോൾ നമുക്കൊരു വയലറ്റ് കൂടി ഈ ചോദ്യത്തിൽ ഉണ്ട്. ആ വയലറ്റ് കൂടി എന്ത് ചെയ്യാം, ഒരു ബ്ലാക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ വയലറ്റ് നമ്മൾ ബാക്ക് സ്പേസ് അടിച്ച് എറേസ് ചെയ്തതിന് ശേഷം അവിടെയും ബ്ലാക്ക് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഫയൽ മെനുവിൽ സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ അല്ലെങ്കിൽ F5 നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എറേഴ്സ് എങ്ങനെയാണ് വരുന്നത്, എറേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. നിങ്ങളെ കമൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഇനി ഇതിൽ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഓക്കെ.